മണാശ്ശേരി കൊടിയത്തൂർ ചുള്ളിക്കാപ്പറമ്പ് റോഡ് നവീകരണ ശേഷം അപകടങ്ങൾ പതിവായ സാഹചര്യത്തിൽ അപകടം ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ വാർഡ് മെമ്പർ MP ജുമൈലയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനമായി. ജനപ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്ത യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. കവിത ഉദ്ഘാടനം ചെയ്തു. മണാശ്ശേരി കൊടിയത്തൂർ ചുള്ളിക്കാപ്പറമ്പ് റോഡ് നവീകരണ ശേഷം അപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് അപകടം ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തീരുമാനമായത്. വാർഡ് മെമ്പർ MP ജുമൈലയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു. അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ശാശ്വത പരിഹാരം കാണാൻ പൊതുമരാമത്ത് വകുപ്പിനാണ് സാധിക്കുക എന്നതിനാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പിന് നിവേദനം നൽകും. പ്രദേശത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും ഡ്രൈവർമാർക്കും നാട്ടുകാർക്കും ബോധവൽക്കരണം നൽകുകയും ചെയ്യും. കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം റോഡ് സൈഡിൽ വാഹനം പാർക്ക് ചെയ്യുന്നതും ആളെ ഇറക്കുന്നതും കയറ്റുന്നതും ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കാനും ഫാമിലി ഹെൽത്ത് സെൻ്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. കവിത യോഗം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ MP ജുമൈല അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജ ടോം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ കസ്ന ഹമീദ്, പഞ്ചായത്ത് അംഗം പ്രേമ കോട്ടമ്മൽ, ഫസൽ കൊടിയത്തൂർ, KP അബ്ദുറഹ്മാൻ, റാഫി കുയ്യൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഈ റോഡിൽ കൊടിയത്തൂരിനും സൗത്ത് കൊടിയത്തൂരിനുമിടയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം 20ഓളം ചെറുതും വലുതുമായ അപകടങ്ങളാണ് സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം ബസ്സിനടുത്തേക്ക് ഓടി വന്ന 3 വയസ്സുകാരി ഡ്രൈവറുടെ അവസരോചിത ഇടപെടൽ മൂലം രക്ഷപ്പെട്ട CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ ഭാഗത്തെ അപകടങ്ങളും ചർച്ചയായത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം, അമിത വേഗത, അശ്രദ്ധമായ ഡ്രൈവിംഗ് എന്നിവയെല്ലാം അപകടത്തിന് കാരണമാവുന്നുണ്ട്. വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരും ഉൾപ്പെടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. സീബ്ര ലൈനിൽ പോലും യാത്രക്കാർക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാണുള്ളത്. കൊടിയത്തൂർ ഫാമിലി ഹെൽത്ത് സെൻ്ററിന് മുൻവശത്തെ കയറ്റവും ഡ്രൈവർമാർക്ക് വലിയ വെല്ലുവിളിയാണ്. സൗത്ത് കൊടിയത്തൂർ ഭാഗത്തു നിന്ന് വരുന്ന ഡ്രൈവർമാർക്ക് എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമാണ് കാണാനാവുക. ഈ ഭാഗത്തെ കയറ്റം കുറയ്ക്കണമെന്ന് നിർമ്മാണ സമയത്ത് തന്നെ ആവശ്യമുയർന്നുവരുന്നുവെങ്കിലും അധികൃതർ ചെവിക്കൊണ്ടിരുന്നില്ല. കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുറമെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അസോസിയേഷൻ ഓഫീസ് കെട്ടിടം, കോംട്രസ്റ്റ് കണ്ണാശുപത്രി, സ്വകാര്യ മെഡിക്കൽ സെൻ്റർ തുടങ്ങിയവയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടേക്കെല്ലാമായി 100 കണക്കിന് ആളുകളാണ് ദിവസേന എത്തിച്ചേരുന്നത്. ന്യൂസ് ബ്യൂറോ, മുക്കം.